യേശുവേ നിന്നെ കണി കണ്ടുണരാ ഈ പുലരിയിൽ നീ വരമരുളൂ. ആനന്ദദായകം നിന്നുടെ വദനം, ആനന്ദദായകം നിന്നുടെ വദനം, നിൻ തിരുമൊഴികൾ മനസ്സിനു മധുരം. യേശുവേ നിന്നെ കണി കണ്ടുണരാ ഈ പുലരിയിൽ നീ വരമരുളൂ. Good morning, my dear sweet friends. Morning meditation really helps us. Our mind controlling power and get some kind of happiness. When you practice meditation daily, you can control yourself, your mind, body and soul, etc. Likewise, the happiness begins through meditation. So today we can meditate and control ourselves and gain the real happiness of life. Welcome. ക്രിസ്തു ആത്മാവിൽ സന്തോഷിച്ചിരുന്നു എന്നാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. 10-ാം അധ്യായത്തിൽ ക്രിസ്തു ആത്മാവിൽ സന്തോഷിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചതിനെക്കുറിച്ചുള്ള നല്ല വിവരണമാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണസമയത്തു പോലും അവൻ ആത്മാവിൽ സന്തോഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മരണത്തിൻ്റെ തലേ രാത്രി അവൻ സ്തോത്രഗീതം ആലപിക്കുകയും വരാനിരിക്കുന്ന വലിയ ദുരന്തത്തെ പോലും അതിജീവിക്കത്തക്ക രീതിയിലുള്ള സന്തോഷത്തിൻ്റെ താക്കോൽ കൂട്ടം ഉള്ളിൽ സ്വീകരിക്കുകയും ചെയ്തതായിരുന്നു ക്രിസ്തുവിൻ്റെ മഹത്വം. ക്രിസ്തുവിന് ആരൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടോ അവർക്കൊക്കെ ക്രിസ്തു കൊടുത്തത് ആനന്ദത്തിൻ്റെ കതിരുള്ളികളാണ്. സമറിയക്കാരി സ്ത്രീക്കാകട്ടെ, സക്കേവൂസിനാകട്ടെ, പാപിനിയായ സ്ത്രീക്കാകട്ടെ, എല്ലാവർക്കും അവൻ വാരിക്കോരി സമൃദ്ധിയിൽ നൽകിയത് അവൻ്റെ സന്തോഷത്തിൻ്റെ പാഥേയമാണ്. എല്ലാവരെയും അവൻ പറഞ്ഞു വിട്ടത് സന്തോഷം കൊടുത്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. ക്രിസ്തുവിന് എങ്ങനെയാണ് ഈ സന്തോഷത്തിൻ്റെ അടരുകൾ സ്വന്തമാക്കാൻ സാധിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തു എന്നും ധ്യാനത്തിലൂടെ കണ്ടെത്തിയെടുത്തതാണ് ഈ ആനന്ദം എന്നാണ് പറയുന്നത്. മുടങ്ങാതെയുള്ള പ്രാർത്ഥനയും നിരന്തരമായ മെഡിറ്റേഷനും ക്രിസ്തുവിൻ്റെ ജീവിതത്തെ തെളിച്ചമുള്ളതാക്കി മാറ്റിയിരുന്നു എന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. 40 ദിനരാത്രങ്ങൾ അവൻ ചെയ്തത് പുലരിനിലാവ് തെളിയുന്ന സമയത്ത് ധ്യാനപൂർവം ആ മലമുകളിലിരുന്ന് പ്രാർത്ഥിച്ചു. ആ ധ്യാനമാണ് അവൻ്റെ മനസ്സിന് സ്വസ്ഥത കൊടുത്തതും പ്രലോഭനങ്ങളെപ്പോലും അതിജീവിക്കാനുള്ള കരുത്ത് ക്രിസ്തുവിന് ആർജിച്ചെടുക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ദിവസം സന്തോഷത്തിനൊക്കെ വേണ്ടി കൊതിക്കുന്ന മനസ്സാണ് നമ്മുടെ. യഥാർത്ഥത്തിലുള്ള സന്തോഷം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ധ്യാനത്തിലൂടെ ദൈവവുമായ ഒരു ബന്ധം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സന്തോഷത്തിൻ്റെ നീതിസൂര്യനാണ് പിതാവായ ദൈവം. ഈ ദൈവത്തിൽ നിന്നാണ് നമുക്ക് സന്തോഷം കിട്ടേണ്ടത്. ഈ സന്തോഷം കിട്ടാൻ നമ്മൾ ധ്യാനം അഭ്യസിച്ചേ മതിയാവും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എനിക്ക് സന്തോഷത്തിൻ്റെ ഒരനുഭവം ലഭിക്കണം, എൻ്റെ മനസ്സ് സ്വസ്ഥമാവണം എങ്കിൽ ഞാൻ ഇന്നു മുതൽ കുറച്ച് നേരമെങ്കിലും ധ്യാനത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകണം. എങ്ങനെ ധ്യാനിക്കാം എന്നാണ് ഈ 3-4 ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ നമ്മൾ കുറെ കൂടെ സ്വസ്ഥമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വിചാരങ്ങളുടെ അകമ്പടിയോടുകൂടെ
നമ്മൾ തനിയെ ധ്യാനിച്ച് തുടങ്ങാനായിട്ട് പോവുകയാണ്. ഏറ്റവും സ്വസ്ഥമായി നമുക്ക് കുറച്ചു നേരം ആനന്ദത്തിൻ്റെ ലോകത്തിലേക്ക്, കണ്ണിന് ആനന്ദം നൽകുന്ന, ഉള്ളിൽ കൃപയുടെ ആനന്ദത്തിൻ്റെ മഴ പെയ്ത് തീർക്കുന്ന അനുഭവത്തിന് വേണ്ടി ഈ ധ്യാനത്തിനായി നമുക്കൊരുങ്ങാം. ഏറ്റവും ശാന്തമായി ഈ പ്രഭാതം നമുക്ക് വേണ്ടി ദൈവം ഡിസൈൻ ചെയ്യുന്നതായി നമുക്ക് വിഭാവന ചെയ്യാം. എനിക്ക് വേണ്ടിയാണ് ഇന്ന് ഈ പ്രകൃതി മുഴുവൻ ഉണർന്നിരിക്കുന്നത് എന്ന് ഞാൻ കണ്ടെത്തുകയാണ്. കഴിഞ്ഞ രാത്രി ഉറങ്ങിയവർ പലരും ഇന്ന് ഉണർന്നിട്ടില്ല. പലരും ഉണർന്നത് പലവിധ അസ്വസ്ഥതകൾ കൊണ്ടൊക്കെയാണ്. ഞാൻ ഇന്ന് വളരെ സ്വസ്ഥനായാണ് മിഴി തുറന്നിരിക്കുന്നത്. ക്രിസ്തുവിനെ കണി കണ്ടുണരുന്ന അതേ ഒരു വൈഭവത്തോടുകൂടെ ഈ പുലരിയിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. ഈ പുലരിയിൽ ദൈവം എന്നോട് കാണിച്ച വലിയ കാരുണ്യമാണ് എൻ്റെ ഈ ജീവിതം. ഈ ജീവിതത്തിൽ ഞാൻ ഏറ്റവും നന്ദിയോടുകൂടെ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്ന സമയമാണ് ഈ പ്രഭാതത്തിൻ്റെ ഈ സുന്ദര നിമിഷങ്ങൾ. പൂവിൻ്റെ മേനിയിൽ മുത്തമിടുന്ന മഞ്ഞുതുള്ളി പോലെയും സംഗീത സാന്ദ്രമായ പ്രകൃതി എന്നെ തഴുകി തലോടുന്നതായും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഈ ഒരു പ്രഭാതം എനിക്ക് ഒരുക്കിയ ദൈവത്തിന് ഞാൻ ഈ പുലരിയിൽ തന്നെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. I am realizing this day is the real gift of God. This day is the real gift of God. ദൈവത്തിൻ്റെ വലിയ ദാനമാണ് ഈ ദിവസം. ഈ ദിവസം എനിക്ക് ഉണർന്ന് പ്രശോഭിക്കണം. ഞാൻ ഈ സമയത്ത് എൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കുകയാണ്. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവവും അതിൻ്റെ ധർമ്മം നിർവഹിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ പുലരി. കണ്ണ് നല്ല കാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കാതുകൾ നല്ല സ്വരം കേൾക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നാവ് നല്ല വർത്തമാനം പറയാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹൃദയം സ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കൈകാലുകൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രഭാതം എന്തുകൊണ്ടും എനിക്ക് വളരെ ബ്ലിസ്ഫുള്ളായ, ഏറ്റവും ചൈതന്യമുള്ള ഒരു ദിവസമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്വാസത്തിൽ ഞാൻ എൻ്റെ ഈശോയുടെ ചൈതന്യം തിരിച്ചറിയുന്നു. ഓരോ ശ്വാസത്തിലും എൻ്റെ ദൈവം എന്നോട് കാണിക്കുന്ന കാരുണ്യം ഞാൻ അറിയുന്നു. ശ്വാസം നിലച്ചാൽ എൻ്റെ ജീവിതം നിലയ്ക്കും എന്നെനിക്കറിയാം. ഓരോ സെക്കൻഡും ഏറ്റവും നല്ല നിശ്വാസത്തിൻ്റെ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എല്ലാം ദൈവം തന്ന ദാനമാണെന്ന് ഈ പുലരിയിൽ ഏറ്റവും നന്ദിയോടുകൂടെ ഞാൻ തിരിച്ചറിയുന്നു. ഈ പുലരിയിൽ എനിക്ക് എന്നെ തന്നെ നവീകരിക്കണം. എനിക്ക് കുറേ കൂടെ നല്ല സന്തോഷം എന്താണെന്ന് അനുഭവിക്കണം. അതിന് ഞാൻ ഇപ്പോൾ എൻ്റെ ആത്മാവിലേക്ക്, ഞാൻ എന്നിലേക്ക് തന്നെ ആഴ്ന്ന് ഇറങ്ങുകയാണ്. ഇന്നലെ വരെ ഒരുപക്ഷെ എനിക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷം അന്യമായി നിന്നിരുന്ന സാഹചര്യങ്ങളായിരുന്നു.
സന്തോഷം എന്താണെന്ന് അറിയാത്ത, പുറമേ ചിരിച്ച് ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളായിരുന്നു പലതും. ഇന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരാനന്ദത്തിൻ്റെ ഒരു നിർവൃതി എനിക്ക് അനുഭവിക്കണം. എനിക്ക് ആനന്ദം ലഭിക്കണം. എൻ്റെ ആത്മാവ് ആനന്ദ തുന്തിലമാകുന്ന ഒരനുഭവം എനിക്ക് ഈ പ്രഭാതത്തിൽ വേണം. അതിന് എൻ്റെ ആത്മാവ് പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെയും ബന്ധത്തിൽ ചേർന്ന് ഇഴയടുപ്പത്തോടു കൂടെ നിൽക്കാൻ സാധിക്കണം. എൻ്റെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ആത്മാവ് മാലാഖമാരുടെ അകമ്പടിയോടു കൂടെ ഉയരുന്നതായി ഞാൻ കാണുന്നു. സ്വർഗത്തിലെ ദൂതന്മാർ വിരുന്നു വന്നിരിക്കുന്ന ഈ പുലരിയിൽ എൻ്റെ ആത്മാവ് പതിയെ പതിയെ ഉയർന്ന് ഉയർന്ന് ഒരപ്പൂപ്പൻ താടി പോലെ പറന്ന് ഉയരുന്നത് ഞാൻ കാണുന്നു. ഇപ്പോൾ എനിക്കെല്ലാം വ്യക്തമായി കാണാം. എല്ലാ സ്വരങ്ങളും ഏറ്റവും ഹൃദ്യമായി കേൾക്കാം. ഉയർന്ന് 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 സ്വർഗത്തിൻ്റെ അനുഭൂതിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ദൈവം വസിക്കുന്ന, പുത്രൻ തമ്പുരാൻ വസിക്കുന്ന, പരിശുദ്ധാത്മാവായ ദൈവം വസിക്കുന്ന ആ ലോകത്തേക്ക് ഞാൻ കാലുകൾ കുത്തുകയാണ്. എൻ്റെ മിഴികൾക്ക് വിശ്വസിക്കാനാവാത്ത കാഴ്ച ഞാൻ കാണുകയാണ്. ഏറെ പ്രകാശഭരിതമായ, ശാന്തത കളിയാടുന്ന ഒരു ലോകമാണതെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ആത്മാവിനെ വിമോചിപ്പിക്കാൻ കഴിവുള്ള, എൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ള ആ സ്ഥലത്ത് വിശുദ്ധ പാതിര പിയോയും വിശുദ്ധ ഡൊമിനിക് സാവിയോയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയാറും വിശുദ്ധ ബെനവഞ്ചോരും വിശുദ്ധ അമ്മ ത്രേസ്യയും വിശുദ്ധ കൊച്ചു ത്രേസ്യയും വിശുദ്ധ അൽഫോൺസമ്മയും എവപ്രാസ്യമ്മയും മറിയം ത്രേസ്യയുമെല്ലാം ആത്മാവിൽ സന്തോഷിച്ചു നിൽക്കുന്നത് ഞാൻ കാണുന്നു. ആത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഈ പുലരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അമ്മയുടെ സന്തോഷം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആനന്ദത്തിൻ്റെ നിറച്ചാർത്തുള്ളവളാണ് പരിശുദ്ധ മറിയം. ആനന്ദത്തിൻ്റെ താക്കോൽ കൂട്ടമുള്ളവളാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ പിതാവായ ദൈവത്തിൻ്റെ അടുത്തെത്തുന്നു. പിതാവായ ദൈവം എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഇരിക്കുന്നത് ഞാൻ കാണുന്നു. ഞങ്ങളുടെ കണ്ണുകൾ പരസ്പരം ഉടക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദത്തിൻ്റെ പുതിയ പ്രകാശം എന്നിലേക്ക് നിറഞ്ഞു കഴിയുന്നു. ആനന്ദം, പരമാനന്ദം ഞാൻ അനുഭവിക്കുന്നു. ദൈവത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം ആനന്ദം മാത്രമാണ് പിതാവായ ദൈവത്തിൻ്റെ ഉള്ളിലുള്ളത്. പിതാവായ ദൈവത്തിൻ്റെ ആനന്ദം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മിഴികളിൽ നിന്നും മൊഴികളിൽ നിന്നും ആനന്ദത്തിൻ്റെ മുഴുവൻ ചൈതന്യവും എൻ്റെ ആത്മാവ് സ്വായത്തമാക്കിയിരിക്കുന്നു. പുത്രൻ തമ്പുരാൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നു. ഈശോ എന്നെ ആനന്ദിപ്പിക്കുന്നു.
ഞാനും പിതാവും ആനന്ദിക്കുന്നത് പോലെ കുഞ്ഞെ നീയും ഇന്ന് ആനന്ദിക്കണം എന്ന് ഈശോ എന്നെ പഠിപ്പിക്കുന്നു. എങ്ങനെ ഒരാൾക്ക് ആനന്ദം സ്വന്തമാക്കാമെന്ന് ഈശോ ഇപ്പോൾ എന്നെ ബോധ്യപ്പെടുത്തുന്നു. ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി നിയന്ത്രണം ആത്മാവ് ഏറ്റെടുത്ത് ഉള്ളിൽ ഈശ്വര ചൈതന്യമുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നിനക്ക് ആനന്ദം ലഭിക്കുകയുള്ളൂ എന്ന് ഈശോ പഠിപ്പിക്കുന്നു. അനാവശ്യ ചിന്തകളെല്ലാം ഒഴിവാക്കാൻ ഈശോ എന്നെ ഇപ്പോൾ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അനാവശ്യ ചിന്തകൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അനാവശ്യ ചിന്തകളെല്ലാം ഈ പുലരിയിൽ എടുത്തു മാറ്റാൻ ഈശോ ആഹ്വാനം ചെയ്യുന്നു. ചീത്ത ചിന്തകൾ, ചീത്ത വികാരങ്ങൾ, ചീത്ത മനോഭാവങ്ങൾ എല്ലാം കത്തിച്ച് ചാമ്പലാക്കാൻ ഈശോ ഇപ്പോൾ എന്നോട് കൽപ്പിക്കുന്നു. എൻ്റെ ശരീരത്തിലുള്ള ചീത്തയായ പ്രവണതകളെല്ലാം എൻ്റെ ശരീരത്തിൻ്റെ മേൽ ആത്മാവിന് നിയന്ത്രണം വരുത്താനാവാതെ ശരീരം സെൻസ് പെർസെപ്ഷൻ ഇന്ദ്രിയങ്ങളുടെ സുഖം തേടിപ്പോയപ്പോൾ യഥാർത്ഥത്തിലുള്ള ആനന്ദമാണ് നഷ്ടമായതെന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഇന്ദ്രിയ സുഖങ്ങളൊക്കെ ക്ഷണികമാണ്. പല കാഴ്ചകളും അല്പനേരം കൊണ്ട് നിന്നെ മടുപ്പിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ഏത് അവയവം തരുന്ന സന്തോഷവും അത് വെറും നൈമിഷികമാണെന്ന് നീ അറിയേ. നിന്റെ ശരീരത്തിൻ്റെ ബലഹീനതകളെയെല്ലാം നിഹനിച്ച് കഴിയുമ്പോൾ ശരീരത്തിനപ്പുറത്ത് നിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ആത്മാവ് നിന്റെ ശരീരത്തെ ഏറ്റെടുത്താൻ തുടങ്ങുമ്പോൾ മാത്രമാണ്, നല്ല ചിന്തകൾ കൊണ്ട് നിന്റെ ശരീരം നിറയ്ക്കുമ്പോഴാണ് നീ ആനന്ദത്തിൻ്റെ പടവുകൾ കയറുന്നത് എന്ന് ഈശോ പഠിപ്പിക്കുന്നു. നമ്മളുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങി നമ്മൾ പലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരിച്ചറിയാം. ഈശോ ഇന്ന് നമ്മളെ ഓരോരുത്തരോടും പറയുന്നു, ശരീരത്തിൻ്റെ മമതകളിൽ കുടുങ്ങിപ്പോകുന്നവർക്ക് ആനന്ദത്തിൻ്റെ ലോകത്തിലേക്ക്, പരമാനന്ദത്തിൻ്റെ നിറവിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയില്ലെന്ന്. നമുക്കറിയാം, ഒരു കാറ് നിയന്ത്രണം വിട്ട് ഇടിക്കുന്നത് അതിലെ ഡ്രൈവർ ഉറങ്ങുമ്പോഴോ മദ്യപിക്കുമ്പോഴോ കണ്ണുകെട്ടി അലസതയോടുകൂടെ വാഹനം ഓടിക്കുമ്പോഴോ ആണ്. ശരീരം ഒരു കാറ് പോലെയാണ്. അതിലെ ഡ്രൈവറാണ് നിന്റെ ആത്മാവ്. ശരീരം എവിടെയും പോയി ഇടിക്കാതെ അത് ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ ശരീരത്തിൻ്റെ പ്രവണതകളെയല്ല തൃപ്തിപ്പെടുത്തേണ്ടത്, മറിച്ച് ആത്മാവിൻ്റെ ചൈതന്യം നിനക്കുണ്ടാകണം. ശരീരത്തിൻ്റെ മേൽ ആത്മാവ് ഭരണം നടത്തുമ്പോൾ, ആത്മാവിൽ നല്ല ചിന്തകൾ നിറയ്ക്കുമ്പോൾ, ദൈവീക ചിന്തകൾ നിറയ്ക്കുന്ന സമയത്ത്, ദൈവവുമായുള്ളൊരു കണക്ഷൻ നിനക്ക് കിട്ടിക്കഴിയുമ്പോൾ, നമുക്കറിയാം, ഒരു റേഡിയോ അത് തിരിച്ച് അത് ആ ഫ്രീക്വൻസിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിൽ നിന്ന് നല്ല സ്വരം പുറപ്പെടുന്നത്. ഇതുപോലെ നിന്നിൽ ആനന്ദമുണ്ട്. ആനന്ദത്തിൻ്റെ ഒരു വലിയ ലോകമുണ്ട് നിൻ്റെ ഉള്ളിൽ. ക്രിസ്തു നിന്നോട് ഈ പുലരിയിൽ പറയുന്നു, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ ഇൻ യു. നിൻ്റെ ഉള്ളിൽ ആനന്ദമുണ്ടെന്ന്. ഈ ആനന്ദം നീ കണ്ടെത്തണം. നിൻ്റെ ഉള്ളിലുള്ള ആനന്ദം അത് ദൈവവുമായി ചേർന്ന് നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദമാണ്. ആ ആനന്ദം ഇപ്പോൾ നീ അനുഭവിക്കേ.
നിന്റെ ശരീരത്തിനപ്പുറത്ത് മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മാറട്ടെ. ഇപ്പോൾ ദൈവചിന്തകൾ മാത്രം നിന്നിൽ നിറയട്ടെ എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഈശോ ഓരോ നിമിഷവും ദൈവവുമായുള്ള ബന്ധം നിലനിർത്തിയതുപോലെ നിലനിർത്താൻ നമുക്ക് ഈ ധ്യാനം കാരണമാകണം. ഈ ധ്യാന സമയത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വിഘാതമായി നിൽക്കുന്ന മേഖലകളുണ്ടെങ്കിൽ മാറ്റിക്കളയിപ്പോൾ. ദൈവവുമായിട്ടുള്ള നല്ല കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ആനന്ദത്തിൻ്റെ ഒരു പുഞ്ചിരി വിരിയുകയുള്ളൂ. ഫ്രീക്വൻസി കറക്റ്റ് ആവുമ്പോൾ റേഡിയോയിൽ നിന്ന് നല്ല ഗാനം പുറത്തു വരുന്നത് പോലെ ശരീരത്തിൻ്റെ മമതകളിൽ നിന്ന് മാറി ദൈവചിന്തകളുടെ നല്ല ചിന്തകൾ കൊണ്ട് നിറയുമ്പോൾ നിന്നിൽ ഇപ്പോൾ തന്നെ ആനന്ദം നിറയുന്നു. ഈശോയുടെ ആനന്ദം നമ്മളിലേക്ക് നിറയുന്നതായിട്ട് കാണട്ടെ. ഇപ്പോൾ നമ്മുടെ ആത്മാവിൽ ആനന്ദം നിറയ്ക്കുന്ന ഈശോയെ ഒന്ന് ഓർക്ക്. ഈശോയുടെ ഉള്ളിൽ നിന്ന് നമ്മളിലേക്ക് ആനന്ദത്തിൻ്റെ പ്രകാശം വർഷിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ഈശോയുടെ ഉള്ളിലേക്ക് നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ദാനഫലങ്ങളിലൊന്നാണ് ആനന്ദം. പരിശുദ്ധാത്മാവേ, ആനന്ദത്തിൻ്റെ കലവറയായ പരിശുദ്ധാത്മാവേ, എന്നിൽ ഈ പുലരിയിൽ ആനന്ദം നിറയ്ക്കണമേ. എന്നിൽ ആനന്ദം നിറയ്ക്കണമേ. ആത്മാവ് ഇപ്പോൾ ആനന്ദം നിറഞ്ഞ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നൽകിയ ആനന്ദം സ്വീകരിച്ച് സ്വർഗത്തിൽ നിന്ന് മാലാഖമാരോട് യാത്ര പറഞ്ഞ് പുലരിയിൽ ഇതാ സ്വർഗത്തിൽ നിന്ന് ആകാശവിധാനങ്ങളിലൂടെ മേഘങ്ങൾക്ക് താഴെയുള്ള ഭൂമിയിലേക്ക് നമ്മൾ പതുക്കെ ഒരു പറവയെപ്പോലെ, ഒരു പക്ഷി കൂട് തേടി കടന്നു വരുന്നത് പോലെ എൻ്റെ ആത്മാവ് എൻ്റെ ശരീരമാകുന്ന കൂട്ടിലേക്ക് വരികയാണ്. ഇന്ന് ഈ പുലരിയിൽ ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ നെറ്റിത്തടത്തിലൂടെ ആനന്ദത്തിൻ്റെ പുതിയ അരുവി ഒഴുകുകയാണ്. ഈശോ നൽകിയ ആനന്ദത്തിൻ്റെ അമൃത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ആനന്ദം മാത്രം. ശരീരത്തിൻ്റെ പ്രവണതകളും അനാവശ്യ ചിന്തകളും ഒക്കെ മാറ്റി യഥാർത്ഥ ആത്മീയ ചിന്ത കൊണ്ട് ഞാൻ നിറയുന്നു. Now I am realizing the real happiness. Abundantly I am experiencing the real happiness of life. Happiness, സന്തോഷം, ആനന്ദം, പരമാനന്ദത്തിൻ്റെ നൂതന അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു. ഇന്ന് ഞാൻ കാണുന്നവർക്കും ഇതേ ആനന്ദം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നല്ലൊരു ദിവസം. ഈ ധ്യാനത്തിൽ ഇത്രയും നേരം പങ്കെടുത്ത് പ്രാർത്ഥിച്ച നമുക്ക് ചീത്ത ചിന്തകളെയൊക്കെ മാറ്റി നാളെ ധ്യാനത്തിന് വരാം. നാളെ ധ്യാനത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കുറേ കൂടെ ആന്തരികമായി ഒരുങ്ങി സാധിക്കുകയാണെങ്കിൽ ഈ ഒരു കേൾക്കാൻ പറ്റുന്ന ഈ മോർണിംഗ് മെഡിറ്റേഷൻ സന്ധ്യയ്ക്കും കുറച്ച് നേരം കേൾക്കാൻ, അങ്ങനെ ധ്യാനത്തിൻ്റെ ചില അടരുകൾ സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ആമേൻ.